എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോഴേ ഞാൻ രാവിലെ ഒരു 4 മണിയാകുമ്പോൾ എന്നും എണീക്കും കേട്ടോ. 4 മണിയാകുമ്പോൾ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഡോറൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോഴത്തേനും ആണ്ട്രാ നമ്മുടെ പേപ്പറൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് രാവിലെ വെട്ടമൊക്കെ വീണിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്ക് കുളിക്കാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ തിളച്ചു. അതിന് ശേഷം ദേ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ദേ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പൊട്ടറ്റോ തോരനുണ്ട് കേട്ടോ. ഇവർക്ക് പൊട്ടറ്റോയുടെ എല്ലാം ഇഷ്ടമാണ് കേട്ടോ. അതായത് കറി ഇഷ്ടമാണ്, പൊട്ടറ്റോ ഫ്രൈ ഇഷ്ടമാണ്, പൊട്ടറ്റോ തോരൻ ഇഷ്ടമാണ്. അപ്പോൾ എന്നോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ പൊട്ടറ്റോ തോരൻ വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ രാവിലെ എണീറ്റ് അതൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ബാക്കി കുറച്ച് ചിക്കനും കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി മക്കൾ ഒരു 6:30 ആകുമ്പോഴത്തേനും അവരെ വിളിക്കുമ്പോൾ അവർ എണീക്കും. പിന്നെ അവർക്ക് കുളിക്കാനുള്ള വെള്ളമെല്ലാം കൊണ്ട് കൊടുത്ത് കുളിച്ച് അവർ റെഡി ആയിക്കോളും കേട്ടോ. അതിനുശേഷം ബിനുവേട്ടനാണ് അവരെ സ്കൂൾ ബസ് വരുന്ന സ്റ്റോപ്പിൽ കൊണ്ടുവിടും. പിന്നെ അവർ സ്കൂൾ ബസ് കയറി അങ്ങ് പോയിക്കോളും കേട്ടോ. എല്ലാ വീട്ടിലും രാവിലെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ എല്ലാ അമ്മമാരും ഒക്കെ എണീക്കുമായിരിക്കും അല്ലേ. അപ്പം മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ളപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിച്ചു വന്നത്. നമ്മുടെ അമ്മയൊക്കെ വെളുപ്പിനൊക്കെ എണീക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാനും ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മ ഇങ്ങനെ എണീറ്റ് കഴിയുമ്പോഴത്തേനും ഈ പച്ചക്കറിയൊക്കെ അരിയാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മളങ്ങനെ ഉറക്കം തൂങ്ങാറില്ല, പെട്ടെന്ന് പടപട പണിയെല്ലാം തീർക്കും കേട്ടോ. അപ്പോൾ ഇതേ അങ്ങനെ മക്കളുടെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവരെ വിളിക്കണം, സ്കൂളിൽ പോകണം. പിന്നെ 2 ദിവസം കൂടെ കഴിയുമ്പോൾ അവർക്ക് എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു, ലവ് യു ആൻഡ് ഉമ്മ.